നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിലെ മറ്റു വീഡിയോകളും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതാണ്. എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണമെന്ന് അപേക്ഷിക്കുന്നു. UK ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ പല ആൾക്കാർക്കും അറിയുന്നതാണ്. എങ്കിലും ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ അത് വലിയ കാര്യമായി വരുന്നത് കൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. UK ഉൾപ്പെടെയുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, കാനഡ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് വിസ കൊടുക്കുന്നത് നിർത്തണം എന്നുള്ള നിലയ്ക്ക് വന്നിരിക്കുകയാണ്. UK ജനങ്ങൾക്കിടയിൽ വളരെയധികം കുടിയേറ്റ വിരുദ്ധത വളർന്നു വരുന്ന സാഹചര്യത്തിൽ UK, കാനഡ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അതിനുള്ള നിയമനിർമ്മാണത്തിനും ഒരുങ്ങിയിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നൊരു മെസ്സേജാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണ് ഈ രാജ്യങ്ങളിലെ അവസ്ഥ എന്താണെന്നുള്ളത്. UK കാര്യം പറയുമ്പോൾ അടുത്ത കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാനമന്ത്രിയാകുവാൻ ചാൻസുള്ള റോബർട്ട് ജെനിക് ഈയിടെയായി ചില പ്രസ്താവനകൾ ഇറക്കുകയുണ്ടായി. കഴിഞ്ഞ കൺസർവേറ്റീവ് പാർട്ടിയുടെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് കാരണം തന്നെ വളരെ ശക്തമായ ഇമിഗ്രേഷൻ നിയമങ്ങൾ ഇറക്കുവാൻ തയ്യാറാവുകയും പ്രധാനമന്ത്രിയായിട്ടുള്ള സുനക് സമ്മതിക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ്. UK കടൽ കടന്നും മറ്റ് വിസിറ്റിംഗ് വിസയിൽ വന്ന് ഇവിടെ തുടരുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 1 ലക്ഷത്തോളം ആളുകൾ ഇന്ത്യയിൽ നിന്ന് മാത്രം ഇല്ലീഗലായി തുടർന്നു വരുന്നു എന്നുള്ളതാണ് കണക്കുകൾ അറിയിക്കുന്നത്. ഈ ആളുകളെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വിസ നൽകേണ്ടതില്ല എന്നുള്ള അവസ്ഥ വരാൻ അധികം കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് റോബർട്ട് അറിയിക്കുന്നത്. ഇത് വരുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് ജോലി വിസയിൽ ലഭിച്ചു വരുന്നവർക്കും വളരെയധികം ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇത് പറയുന്നത് വന്നവർക്കും വരാൻ ഉദ്ദേശിക്കുന്നവർക്കും വിസ ലഭിക്കാതെ വരും എന്നുള്ളൊരു മുന്നൊരുക്കം കൂടിയാണ്. ഇതിനെല്ലാം പല രീതിയിൽ നാട്ടിലെയും മറ്റുള്ള ഏജൻസികളും കാരണമാകുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്. ഇതിലൂടെ മുഴുവൻ ഇന്ത്യക്കാരെയും ബാധിക്കാൻ ചാൻസ് കൂടുതലായി ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ കാനഡ, UK എല്ലാ സ്റ്റുഡൻറ്റ് വിസ, ഡിപ്പെൻഡൻസ് വിസ പോലുള്ള എല്ലാ വിസ നിയന്ത്രണങ്ങളും ഇമിഗ്രേഷൻ നിയമങ്ങളും കർശനമായ മാറ്റിയിരിക്കുന്ന സാഹചര്യമാണ്. ഇമിഗ്രേഷൻ വർദ്ധിക്കുന്നതിലൂടെ ജോലിയില്ലായ്മയും താമസ സൗകര്യമില്ലായ്മയും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്രയും കർശനമായ നിയമങ്ങൾ വരുന്നത് എന്നാണ് പൊതുവെ കാണാൻ കഴിയുന്നത്. ലക്ഷങ്ങൾ മുടക്കി വരുന്ന സ്റ്റുഡൻസ് മറ്റ് ആളുകൾക്കും ജോലിയില്ലായ്മയും താമസ സൗകര്യമില്ലായ്മയും മറ്റും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ചെറിയ ഒരു വീഡിയോ മാത്രമാണ് ഇത്. ഇന്ത്യക്കാർ മാത്രമല്ല മറ്റ് രാജ്യക്കാർക്കും ഇത് ബാധകമാണ്. ഇന്ത്യ, ശ്രീലങ്ക, മറ്റുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള മറ്റു രാജ്യങ്ങളിലെയും ഇല്ലീഗൽ മൈഗ്രേഷൻ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ വർധനവിലൂടെ ക്രിമിനൽ റൈറ്റ്സും വളരെയധികം കൂടി വരുന്നതും അതിന് കാരണമായി ജോലിയില്ലായ്മ, താമസ സൗകര്യമില്ലായ്മ എന്നുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ അധികം ശക്തമായ കർശന നിയമ നടപടികൾക്കാണ് ഹോം ഓഫീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിയമ നടപടികൾക്ക് നീങ്ങുകയും അതിലൂടെ പല ആളുകളെയും രാജ്യങ്ങളിലേക്ക് കടത്തിവിടാനും ഉള്ള നിയമനിർമ്മാണങ്ങൾ വരെ ഇപ്പോൾ പുതിയതായി UK മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ കാനഡ പോലുള്ള രാജ്യങ്ങൾ എല്ലാം തന്നെ കർശനമായ ഇമിഗ്രേഷൻ നിയമങ്ങൾ കൊണ്ടുവരുന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നവർ പ്രോപ്പറായ വഴിയിലൂടെ മാത്രം പോവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളിലേക്ക് പറയാനുള്ള ഒരു വിഷയം. കാരണം ഇതുപോലെ ഇല്ലീഗലായി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ രാജ്യത്തിലും ഹോം ഓഫീസുകളും വളരെ സെർച്ചിങ്ങുകളും മറ്റു കാര്യങ്ങളും നടത്തി ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ആളുകൾക്ക് ശക്തമായ നിയമ നടപടികളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. ആയതിനാൽ കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ ചിലവാക്കി വരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള മറ്റ് വിസയിൽ വരുന്ന ആളുകൾക്ക് അത് വളരെയധികം ബാധിക്കും. ഇപ്പോൾ തന്നെ റോബർട്ട്
പറഞ്ഞത് ഇന്ത്യക്കാരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമല്ല, ഇത് മറ്റുള്ള ഇല്ലീഗൽ മൈഗ്രേഷനെ കൂടി ബാധിക്കുന്നതാണ്. എന്നാൽ ഇന്ത്യ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ റോബർട്ട് ജനക് പ്രസ്താവന ഇറക്കിയതിനാൽ ഇന്ത്യയിൽ നിന്ന് മാത്രം 1 ലക്ഷത്തോളം ആളുകൾ ഇല്ലീഗലായി ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് അറിയുന്നത് തന്നെ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വിഷയമായിട്ട് മാറിയിരിക്കുന്നു. ആയതിനാൽ ഇനിയുള്ളവരെങ്കിലും വരുന്നവർ പ്രോപ്പറായിട്ടുള്ള വഴിയിലൂടെ മാത്രം മറ്റു രാജ്യങ്ങളിലേക്ക് പോകും.